അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതു മുതൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീവ്ര ഡെമോക്രാറ്റിക് അനുഭാവികളടക്കം നിരവധി പേരുടെ നോട്ടപ്പുള്ളിയാണ് ട്രംപ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയുണ്ടായ വധശ്രമത്തെ ട്രംപ് അത്ഭുതകരമായി അതിജീവിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പ്രസിഡന്റ് പദവിയിലെത്തിയ ട്രംപിനെ വധിക്കാൻ ഒരു 17കാരൻ നടത്തിയ ഗൂഢാലോചനയാണ് ദിവസങ്ങൾക്ക് മുൻപ് ചുരുളഴിഞ്ഞത്. ട്രംപിനെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ അമ്മയെയും രണ്ടാനച്ഛനെയും കൊലപ്പെടുത്തിയതോടെ കൗമാരക്കാരൻ പിടിയിലായി. ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടത്. 17കാരനായ നികിത കാസബ് എന്ന കൗമാരക്കാരനാണ് പ്രസിഡന്റിനെ വധിക്കാനും ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചത്. പദ്ധതികൾക്കായി പണമുണ്ടാക്കാൻ ഇയാൾ അമ്മയെയും രണ്ടാനച്ഛനെയും വെടിവെച്ച് കൊലപ്പെടുത്തി. കാസപ്പിനെതിരെ 9 കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ 2 കൊലപാതക കുറ്റങ്ങളും മൃതദേഹം ഒളിപ്പിച്ച കുറ്റങ്ങളും ഉൾപ്പെടും. അതിനൊപ്പമാണ് പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റവും ചുമത്തിയത്. ഫെബ്രുവരി 11-നാണ് കൗമാരക്കാരൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത്. കാസപ്പിന്റെ അമ്മ ടാറ്റിയാന കാസപ്പിനെയും രണ്ടാനച്ഛൻ ഡൊണാൾഡ് മേറയെയും വെടിയേറ്റ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2 ആഴ്ചയായി കുട്ടി സ്കൂളിൽ പോകാത്തതിനെ തുടർന്ന് അധികൃതർ വീട് സന്ദർശിച്ചപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഴ്ചകളോളം അഴുകിയ മൃതദേഹങ്ങൾക്കൊപ്പം താമസിച്ച ശേഷം $14,000 പാസ്പോർട്ടുകളും വളർത്തുനായയുമായി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസം കാൻസാസിൽ വെച്ചാണ് 17കാരനെ അറസ്റ്റ് ചെയ്തത്. രണ്ടാനച്ഛന്റെ SV മോഷ്ടിച്ചതിനും തോക്ക് കൈവശം വെച്ചതിനുമാണ് കാസപ്പിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ട്രംപിനെ വധിക്കാനുള്ള പ്രതിയുടെ പദ്ധതി വെളിപ്പെട്ടത്. കാസപ്പ് തന്റെ പദ്ധതികൾക്കായി ഡ്രോണും സ്ഫോടക വസ്തുക്കളും വാങ്ങിയതായും റഷ്യൻ പ്രഭാഷകൻ ഉൾപ്പെടെയുള്ളവരുമായി തന്റെ പദ്ധതികൾ പങ്കുവച്ചതായും ഫെഡറൽ അധികൃതർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലുണ്ട്. ഹിറ്റ്ലറെ പ്രശംസിക്കുന്ന 3 പേജുള്ള കുറിപ്പും കണ്ടെടുത്തു. പ്രതിയെ മെയ് 7-ന് കോടതിയിൽ ഹാജരാക്കും. ജൂലൈ 13-ന് പെൻസിൽവാനിയയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് ട്രംപിനു നേരെ ഒരാൾ വെടിയുതിർത്തത്. ട്രംപിന്റെ ചെവിക്കാണ് അന്ന് പരിക്കേറ്റത്. ഇതിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 15-ന് ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ചും ട്രംപിനെ വധിക്കാൻ ശ്രമമുണ്ടായി. ട്രംപിനെ വകവരുത്താൻ ശ്രമിക്കുന്നതായി ഇറാനെതിരെയും ആരോപണം ഉയർന്നിരുന്നു. അതേസമയം 2ാം വട്ടം US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ കാര്യമായ ഇടിവുണ്ടായെന്ന് വ്യക്തമാക്കി സർവേ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തിങ്കളാഴ്ചയോടെ അവസാനിച്ച റോയിറ്റേഴ്സ് ഇപ്സോസ് നടത്തിയ ഒരു വോട്ടെടുപ്പിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഈ സർവേ ഫലത്തിലാണ് ട്രംപിന്റെ ജനപ്രീതിക്ക് കോട്ടം സംഭവിച്ചുവെന്ന കാര്യം പ്രകടമായത്. 2ാം ടേമിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ പ്രകടനത്തെ വോട്ടെടുപ്പിൽ പങ്കെടുത്ത 42% ആളുകൾ അംഗീകരിച്ചതായി സർവേ ഫലങ്ങൾ പറയുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ഭേദപ്പെട്ട പ്രകടനമാണെന്ന് തോന്നുമെങ്കിലും 2025 ജനുവരിക്ക് ശേഷമുള്ള ട്രംപിന്റെ ഏറ്റവും മോശം അംഗീകാര റേറ്റിംഗ് കൂടിയാണിത്. ഇതാണ് ട്രംപിന്റെ ജനസമ്മിതിയിൽ ഇടിവുണ്ടായെന്ന പ്രചരണത്തിന് അടിസ്ഥാനം. എന്നാൽ റേറ്റിംഗുകളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇടിവ് അദ്ദേഹത്തിന്റെ കഠിനമായ നയങ്ങളിലും അധികാരങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും അമേരിക്കക്കാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അസ്വസ്ഥതയെ സൂചിപ്പിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ട്രംപിന്റെ പല നയങ്ങളും ഇപ്പോൾ വിമർശന വിധേയമാവുന്നുണ്ട്.